ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇഡ്ലിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് നേരിയരി അഥവാ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് കുതിർത്തി വയ്ക്കാം. ഇതൊരു 5 മണിക്കൂർ കുതിർത്തിയെടുത്താൽ മതിയാകും. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഞാനിവിടെ ചെമ്മീൻ മസാലയാണ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി 2 സവാള ചെറുതായി അരിഞ്ഞു വെക്കാം. നമുക്ക് ബീഫ് വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ഒക്കെ മസാല തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെമ്മീൻ വെച്ചിട്ട് ചെയ്തപ്പോഴാണ്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകും ചെറുതായി അരിഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 3 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ല പോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇവിടെ മസാല നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് മാവ് ഒന്ന് അരച്ചെടുക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് തേങ്ങാപ്പാലൊന്ന് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങയും 1 കപ്പ് വെള്ളവും ചേർത്ത് നല്ല പോലെ ഒന്ന് പാല് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച നേരിയരി നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തിട്ടാണ് മാവ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ ദോശമാവ് ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ അരക്കാറ്. അതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അരക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ അരച്ചിട്ടുണ്ട്. നല്ല പോലെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി.
ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി അപ്പം തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഇഡ്ഡലി തട്ടെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാവ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ ഇഡ്ഡലിയിലേക്കും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ തട്ട് ചൂടായ ആവിച്ചെമ്പിലേക്ക് ഇറക്കി വെക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് ഇതൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല പോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഓരോ ഇഡ്ഡലിയപ്പവും ഇതിൽ നിന്നും മാറ്റി വയ്ക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇഡ്ഡലിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീട്ടിലൊക്കെ പാർട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.